14-ാമത്തത് ജർഹ് വ തഅദീൽ ഇജ്തിഹാദിയായ വിഷയമാണ്. ഇത് നേരത്തെ പറഞ്ഞിരുന്നതാണ്, പിന്നെ വിഴുങ്ങി. നേരത്തെ പറഞ്ഞു ജർഹ് വ തഅദീൽ ഇജ്തിഹാദിയായ വിഷയമാണെന്ന് കുറെ ഇത് പറഞ്ഞില്ലെന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റൂല. അത് പറഞ്ഞു കേട്ട ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ പറഞ്ഞു ജർഹ് വ തഅദീലൊക്കെ ഇജ്തിഹാദിയായ വിഷയമാണ്, ഗവേഷണത്തിന് പഴുതുള്ള വിഷയമാണ്, സ്വയം ഗവേഷണത്തിന് പഴുതുള്ള വിഷയമാണ് ജർഹ് വ തഅദീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇൻകാർ പാടില്ല. തമ്മിൽ തമ്മിൽ അതിന്റെ പേരിൽ നിനക്കൊരാരുമേ പറ്റൂല, എനിക്കതിനെ പറ്റി നമ്മൾ തമ്മിൽ ഖിലാഫിലാവേണ്ട കാര്യമില്ല. ജർഹ് വ തഅദീൽ ഇജ്തിഹാദിയായ വിഷയമാണ്. അല്ല സഹോദരങ്ങളെ, ജർഹ് വ തഅദീൽ അത് രണ്ട് തരത്തിലുണ്ട്. അതിൽ ദഈഫും ഒരാളുടെ ഹിഫ്ദിനെ പറ്റിയുള്ള ജർഹ് വ തഅദീൽ അതെന്താണ്? ഇജ്തിഹാദിയായ വിഷയമാണ്. എന്നാൽ ഒരാൾ വിദേഹത്തുകാരനാണോ അല്ലയോ എന്ന് പറയുന്ന ജർഹ് വ തഅദീൽ അത് ഇജ്തിഹാദിയായ വിഷയമല്ല. അതെന്താണ്? അത് ഖുർആനിനും സുന്നത്തിനും പോലെ തെളിവുകൾ കൊണ്ട് സ്ഥാപിക്കപ്പെടേണ്ട വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ ജർഹ് വ തഅദീൽ ഇജ്തിഹാദിയായ വിഷയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരാൾ വന്ന് ഇമാം ബുഖാരിയെ ചീത്ത വിളിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക? ജർഹ് വ തഅദീൽ ഇജ്തിഹാദിയായ വിഷയമാണ്, നിനക്ക് ഇമാം ബുഖാരിയെ പറ്റും, എനിക്ക് പറ്റൂല. ഒരാൾ വന്ന് പറയാ കാന്തപുരം, അയാൾ നിലമെടുക്കാം, എന്താ പ്രശ്നം? നിനക്ക് പറ്റൂല, എനിക്ക് പറ്റും. ഇതിനാ നമ്മൾ തർക്കിക്കുന്നത്. ജർഹ് വ തഅദീൽ ഇജ്തിഹാദിയായ വിഷയമല്ല. ഈ കാര്യം അവർ കുറെ നാൾ പ്രചരിപ്പിച്ചു. ഷാഹിദ് ഇതിന് ശക്തി പറഞ്ഞ ആള്, പബ്ലിക്കായിട്ട് വോയിസിൽ പറഞ്ഞ ആൾ ആഷിഖാണ്. ആഷിഖ് എന്ന് പറയുന്നവരുടെ ഒരു താഴെ പബ്ലിക്കായിട്ട് പറഞ്ഞു, അബദ്ധം പിണഞ്ഞു, ന്യായീകരണ തൊഴിലാളി വന്നു, ന്യായീകരിച്ചാൽ അതിനു മുമ്പ് ഷാഹിദ് മറുപടി പറഞ്ഞു. ഷാഹിദ് അതിന് ശക്തമായ മറുപടി കൊടുത്തു. തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ജർഹ് വ തഅദീലിനെ വിശദീകരിച്ചു, തഫ്സീൽ ചെയ്തു. ഷാഹിദ് മറുപടി കൊടുത്തു. അപ്പോൾ ന്യായീകരണ തൊഴിലാളി എത്ര ചെയ്തു? ന്യായീകരിച്ചു. എന്നിട്ട് പറഞ്ഞു ആഷിഖിന് മറുപടി പറയും. പിന്നെ അതിനുശേഷം ഷാഹിദ് ഒന്നും കൂടെ മറുപടി പറഞ്ഞു. പിന്നെ ആഷിഖിന്റെ പൊടി കാണാനില്ല, ഈ ന്യായീകരണ തൊഴിലാളിയുടെ പൊടി ഈ വിഷയത്തിൽ കാണാനില്ല. അൽഹംദുലില്ലാഹ്. അതാണ് ആരാണോ ഹക്കിനെതിരെ നിന്നത് അവൻ ഹക്ക് കരിച്ചു കളയും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. അതാണ് 14-ാമത്തെ വിഷയം. ജർഹ് വ തഅദീൽ വിഷയം ഇത്യാദിയ വിഷയമായി കാണും. അപ്പോൾ അവർ അത് വിഴുങ്ങിയിട്ടുണ്ട്. പിന്നെ കുറെ ന്യായീകരണങ്ങളൊക്കെ അതിൽ കൊണ്ടുവന്നു. എന്തായാലും ഇവർ കുറെ പ്രചരിപ്പിച്ചിരുന്ന കാര്യമാണ്. അതിനെതിരെ ആഷിഖ് അയാൾ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ സംസാരമൊന്നും കേട്ടിട്ടില്ല. ഇതൊരു വിഷയമാണ്. അവർ അതിൽ നിന്ന് മടങ്ങിയെങ്കിൽ അൽഹംദുലില്ലാഹ്. ഇനി മടങ്ങിയിട്ടില്ലെങ്കിൽ അവർ മടങ്ങേണ്ടതാണ്. ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കരുത്. അപകടം പിടിച്ച വാദമാണ്. ഇസ്ലാമിനെ തന്നെ പൊളിച്ചു കളയും അങ്ങനെ വാദം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചാൽ. പിന്നെ ഇമാം ബുഖാരി ഒരാൾ ചീത്ത വിളിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക? എങ്ങനെ ഷിയാക്കളെ നമുക്ക് എതിർക്കാൻ പറ്റുക? ഷിയാക്കളെ എങ്ങനെ എതിർക്കാൻ പറ്റുക? അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥിന്റെ ആളുകളെ പുകഴ്ത്തുകയും അവരെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ എങ്ങനെ എതിർക്കാൻ പറ്റുക? അപ്പോൾ അത് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. 15-ാമത്തെ വിഷയം ഇജ്തിഹാദിയായ വിഷയങ്ങൾ തമ്മിച്ചില്ല. എന്നിട്ട് നേർ വിപരീതമായിട്ട് എന്ത് ചെയ്യുക? ഇജ്തിഹാദിയായ വിഷയങ്ങൾ കൂട്ടത്തല്ലും, പള്ളിയിൽ നിന്ന് പുറത്താക്കലും, സലാം പറയാതിരിക്കലും, ബന്ധവിച്ഛേദനം ഒക്കെ നടത്തുക. അവർ ഏറ്റവും അവസാനമായി ഹിലാലിന്റെ വിഷയത്തിലാണ് അവർ തമ്മിൽ തല്ലിയത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എല്ലാവർക്കും സാക്ഷിയാണ് നിങ്ങൾ തമ്മിൽ തല്ലിയിട്ടുണ്ട്. എന്ത് വേണമെന്ന് നിഷേധിച്ചോളൂ, നമ്മൾ തല്ലിയിട്ടില്ലെന്നോ എന്ത് വേണം പറഞ്ഞു. പക്ഷേ ഹിലാലിന്റെ വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ തല്ലിയ കാര്യം കേരളത്തിൽ അറിയപ്പെട്ടതാണ്. സലഫിയത്തിന്റെ പേരിൽ ഇഷ്ടപ്പെടുന്ന, സലഫിയത്തിനെ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും അറിയാം നിങ്ങൾ ഹിലാലിന്റെ വിഷയത്തിൽ തമ്മിൽ തല്ലിയിട്ടില്ലേ? ഹിലാലിന്റെ വിഷയത്തിൽ അവര് അല്ലേ ഉണ്ട്, അദ്ദേഹത്തിന് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹിലാലിന്റെ വിഷയത്തിൽ ഇവരുടെ തമ്മിൽ. അപ്പോൾ അതെന്താണ്? അതും എവരുടെയും നമ്മളുടെയും വ്യത്യാസമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ ഇത് മറ്റൊരു പ്രശ്നത്തിനുണ്ടായി വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാരുമായിട്ടുള്ള ബന്ധമില്ലായ്മയിൽ നിന്ന് ഉണ്ടാവുന്ന മറ്റൊരു പ്രശ്നമാണ് ഇത്. പണ്ഡിതന്മാരിൽ നിന്ന് ബന്ധമില്ലായ്മയിൽ നിന്ന് ഉണ്ടാവുന്ന മറ്റൊരു വിഷയമാണ് ഈ ഒരു പ്രശ്നം. ഇത്യാദി വിഷയങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കുക, അതിന്റെ പേരിൽ ബന്ധവിച്ഛേദം നടത്തുക തുടങ്ങിയുള്ള കാര്യം.